ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പും അതിനുശേഷവും മലബാറിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതി, അവർ ചെയ്തിരുന്ന തൊഴിൽ, ജാതി, ഇവയൊക്കെ വളരെ ചുരുക്കമായിട്ട് വിവരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ഈ ചാനലിൽ ചെയ്യുന്നത്. ഈ ചാനലിൽ അതായത് ഇന്നത്തെ വലിയ വ്യൂസ് അധികം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ മാത്രമേ ഇത് കാണാൻ ശ്രമിക്കുള്ളൂ. അപ്പൊ വ്യൂസ് കൂട്ടുക എന്നുള്ളതല്ല പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഏത് ജാതിയാണെങ്കിലും അത് ശ്രേഷ്ഠമോ അല്ലെങ്കിൽ മോശമോ എന്നൊരു അഭിപ്രായം എനിക്കില്ല. തൊഴിലിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ജാതികൾ ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് നമ്മളിപ്പോഴും ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കുറെ ഹയറാർക്കിക്കൽ സ്റ്റേജുകളുണ്ട്. അതായത് നമ്മൾ പറയും ഒരു എന്താ പറയാ, ജോലിക്കൊക്കെ ഓരോ പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെയാണ് അന്ന് തൊഴിലുകൾ ചെയ്തിരുന്നത്. ഒരു തൊഴിലിൽ നിന്ന് മറ്റൊരു തൊഴിലിലേക്ക് മാറാനുള്ള അവകാശം അന്നുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്കതുണ്ട്. അന്ന് ജാതിയുടെ പേര് വിളിച്ചു, ഇന്ന് ജാതി പേര് വിളിക്കുന്നില്ല. പകരം നമ്മൾ ഇംഗ്ലീഷ് നെയിം ഇട്ട് വിളിക്കുന്നു. ക്ലർക്ക് എന്ന് വിളിക്കുന്നു, സോൾജർ എന്ന് വിളിക്കുന്നു, ഗവർണർ എന്ന് വിളിക്കുന്നു, മാനേജർ എന്ന് വിളിക്കുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ അന്ന് കുറച്ച് ഐത്തങ്ങളും അനാചാരങ്ങളും ഒക്കെ കടന്നുകൂടി അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്തായാലും എൻട്രാകൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്നതിന്റെ പോർട്ട്മാന്റ്യൂ വേർഡാണ് ഈ എൻട്രാകൾട്ട് എന്നുള്ളത്. മൂന്നും കൂടി ചേർത്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ചാനലിൽ പ്രധാനമായിട്ടും നമ്മൾ കൾച്ചറിനോട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് 1947 മുമ്പുള്ള മലബാറിലെ ചരിത്രം, പിന്നെ നമുക്ക് കൊച്ചിയിലത്തെയും തിരുവിതാംകൂറത്തെയും കാര്യം നമുക്ക് അതും ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ പരമാവധി ആഴ്ചയിൽ 3 ദിവസം ചാനൽ തരാമെന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കൾച്ചറിനോട് ബന്ധപ്പെട്ടതും ട്രാവലിനോട് ബന്ധപ്പെട്ട വീഡിയോകളാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. പിന്നെ തിങ്കൾ, ബുധൻ, ശനി ഈ ദിവസങ്ങളിലാണ് ഞാൻ വീഡിയോ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ചില സമയങ്ങളിൽ മാറുന്നതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകളും മറ്റും ബിസി ആയിട്ട് പോകുമ്പോഴാണ് ചിലപ്പോൾ കണ്ടന്റ് തരാൻ പറ്റാതിരിക്കുന്നത്. പിന്നെ ചില നല്ല കണ്ടന്റ് വരുമ്പോൾ മാത്രമേ ഞാൻ നൽകാറുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ മലബാറിൽ അന്നുണ്ടായിരുന്ന ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതായത് കുറെ ജാതികളുണ്ട്, ജാതിയോട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകളുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും മുന്നിൽ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് അന്ന് കണക്കാക്കിയിരുന്ന, ഞാൻ പറഞ്ഞല്ലോ അത് ശ്രേഷ്ഠമോ മോശമോ എന്നുള്ളതാണ്. അന്ന് കണക്കാക്കിയിരുന്നതിൽ ഏറ്റവും ഉയർന്ന ഇതിൽ വരുന്നത് ബ്രാഹ്മണരാണ്. ഈ ബ്രാഹ്മണരിൽ ഇവിടെ മലബാറിലുണ്ടായിരുന്ന പ്രമുഖരായിരുന്നു നമ്പൂതിരി അല്ലെങ്കിൽ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന 2 വിഭാഗം. ഈ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നതാണ്. അതായത് അവർക്ക് ഈ മൂത്ത പുരുഷന് മാത്രമേ കല്യാണം കഴിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീകൾക്ക് കല്യാണം കഴിക്കാം, പക്ഷെ സഹോദരന്മാർക്ക് നായർ സ്ത്രീകളുമായിട്ടുള്ള സംബന്ധം പോലും വിലക്കിയിരുന്നു. അപ്പൊ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലീജിയസ് ഡ്യൂട്ടീസ് ആണ് അവർ ചെയ്തിരുന്നത്. അതേസമയം മറ്റേ കൂട്ടരാണ് നമ്പൂതിരിമാര് എന്ന് പറയുന്നത്. ഈ നമ്പൂതിരി എന്ന് പറയുന്നവര് അത്ര സ്ട്രിക്റ്റ് ആയിരുന്നില്ല. അവർക്ക് നായർ സ്ത്രീകളുമായിട്ട് സംബന്ധമൊക്കെ ചെയ്യാമായിരുന്നു. അപ്പൊ ഇതിലെ സ്ത്രീകൾ അല്ലെങ്കിൽ ഇവര് യാഗം ചെയ്യുന്ന സമയത്ത്, അതായത് ഹോമം, യാഗം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സോമരസം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇവരെ സോമേതിരിപ്പാട് എന്നും വിളിച്ചിരുന്നു. പിന്നെ ഈ ഇതിനെ സംബന്ധിച്ച് ഇവരുടെ കുറെ നിയമങ്ങളുണ്ട്. അതായത് നമ്പൂതിരി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പോലെ വലിയ ജന്മി, ലാൻഡ് ലോഡ് അങ്ങനത്തെ രീതിയിലൊന്നല്ല ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അവർ പിന്നീട് അങ്ങനെ ആയതാണ്. അവർ ഏറ്റവും കൂടുതൽ ലളിത ജീവിതം നയിക്കുന്നവരായിരുന്നു അത്ര ഈ നമ്പൂതിരിമാര്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വളരെ പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കുകയും കുളിച്ച് വസ്ത്രം ഉണക്കാൻ ഇട്ടതിന് ശേഷം ആൾമോസ്റ്റ് നൈക്കഡായിട്ട്, അതായത് മിക്കവാറും നഗ്നരായിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അവിടെ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പുലർച്ചെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 11 മണി വരെ വേദപഠനവും വേദങ്ങൾ ഉരുവിടുകയും അത് പഠിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിനുശേഷം വേറെ ജോലികളിൽ അവർ ഏർപ്പെടാറുണ്ട്. അതിനുശേഷം അവര് ഉച്ചയ്ക്കുള്ള അത്താഴം അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള നമ്മൾ ലഞ്ചല്ലേ എന്താ പറയാ, ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവര് പിന്നീട് വൈകിട്ട് അമ്പലത്തിലേക്ക് വീണ്ടും പോകുന്നു. രാത്രി 9 മണി വരെ ക്ഷേത്രത്തിലത്തെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും അവര് നോക്കി അത്താഴം കഴിച്ച് കിടന്നുറങ്ങുന്നവരാണ്. ലളിതമായ ജീവിതമായിരുന്നു പറയുന്നത്. ഇവരെ വസ്ത്രങ്ങളൊക്കെ വളരെ ലളിതമായിട്ടാണ് ഇവര് ധരിച്ചിരുന്നത്. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തില് ഇതിന് മടങ്ങി വന്ന് അവര് കിടന്നുറങ്ങി പിറ്റേ ദിവസം വീണ്ടും ഇതേ പരിപാടികൾ തന്നെയാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. അപ്പൊ വസ്ത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതില് പ്രധാനമായിട്ട് പറയുന്നത്, അതായത് ഇവരാകെ ആഭരണങ്ങളായിട്ട് ധരിച്ചിരുന്നത് ഒരു മോതിരം ധരിച്ചിരുന്നു. സ്വർണത്തിന്റെ ആയിരിക്കില്ല മോതിരം. അതേപോലെ തന്നെ ഈ ഒരു അരഞ്ഞാണം, അതായത് പൂണൂല്, മറ്റേ നമ്മൾ പറയില്ലേ സ്വർണ്ണ നൂല് എന്നൊക്കെ പറയും അത് പണ്ട്.
പക്ഷെ ഇത് സ്വർണ്ണമല്ല, അല്ലാത്ത ഒരു നൂല്, വെള്ളിയുടെ ആയിരിക്കും മിക്കവാറും. ഇതാണ് ആകെ അവരുടെ ആഭരണം എന്ന് പറയുന്നത്. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവര് രണ്ടു തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. അതായത് മുകൾ മാറിടമൊക്കെ മറച്ചിരുന്നു താഴത്തും, പിന്നെ ഈ ഒന്നര എന്ന് പറയുന്ന തട്ടുടുത്തിട്ടുള്ള ഒരു രീതിയിലാണ് അവർ ധരിക്കുന്നത്. പരപുരുഷന്മാർ, അതായത് സ്വന്തം ഭർത്താവിന്റെ മുഖമല്ലാതെ മറ്റൊരു പുരുഷന്റെ മുഖം കാണാനുള്ള അവകാശം അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് പുറത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് വൈശാലി എന്ന് വിളിക്കുന്ന ഒരു നായർ സ്ത്രീ അവർ ഉറക്കെ മറ്റുള്ളവരെ അറിയിക്കും. കാരണം ഇവരെ കാണാൻ പാടില്ല, മുഖം കാണാതിരിക്കാൻ വേണ്ടി ഉറക്കെ ആഹാ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇത് അന്തർജനമാണ് വരുന്നത്. ഇതിന് പുറമെ വലിയ പട്ടക്കൊടകൾ കൊണ്ട് ഇവരെ മറച്ചിരിക്കുക. അപ്പൊ ഇവരെ കാണില്ല, മറ്റുള്ളവർ കാണില്ല. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്പൂതിരിമാരുടെ അവരുടെ കല്യാണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെലവ് കൂടിയതാണ്. അതായത് ഒരു സ്ത്രീയെ കല്യാണം കഴിപ്പിച്ച് പുറത്തേക്ക് അയക്കണമെങ്കിൽ കണ്ടമാനം കനത്ത തോതിലുള്ള സ്ത്രീധനം കൊടുക്കണം. ഈ സ്ത്രീധനം കൊടുക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് പലയിടത്തും കല്യാണം നടക്കാറില്ല. അവിടെയാണ് പ്രശ്നം. ഞാനതിനെ കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മിക്കവാറും ഈ സ്ത്രീധനം കൊടുത്ത് തന്നെ പല ഇല്ലങ്ങളും മുടിഞ്ഞു പോയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കല്യാണം കഴിക്കാതിരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അപ്പൊ മിക്കവാറും വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് കല്യാണം കഴിയാത്ത സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഡെഡ് ബോഡിയിൽ കഴുത്തിൽ ഒരു താലി അടുത്ത ഏറ്റവും വേണ്ടപ്പെട്ട ഒരു റിലേറ്റീവ് വന്നിട്ട് താലി കെട്ടും. എന്നിട്ട് അവർ കല്യാണം കഴിച്ചതായിട്ട് സങ്കല്പിച്ചിട്ടാണ് അവരെ ദഹിപ്പിക്കാൻ കൊണ്ടുപോകാറുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഇവര് മറ്റുള്ളവർക്കൊക്കെ മാതൃകയാണ്. കാരണം ഈ നമ്പൂതിരി എന്ന് പറയുന്നത് വളരെ ലളിത ജീവിതം നയിക്കുന്നവരും വളരെ കുലീനരായിട്ടുള്ളവരും ആരുമായിട്ട് തട്ടിക്കേറാത്ത അവരവരുടെ സമാധാനത്തിൽ മറ്റുള്ള മൃഗങ്ങളെ ഒന്നിനെയും നശിപ്പിക്കാത്ത ഒരു രീതിയിലും കേർക്കാതെ ജീവിക്കുന്നവരായിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ പൊതുജനങ്ങള് ഇവര് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് ഇവരെ ആദ്യകാലങ്ങളിൽ കണക്കാക്കി. പിന്നീടാണ് ഇതൊക്കെ മാറിപ്പോയത്. അപ്പൊ ഇത് കഴിഞ്ഞ അടുത്ത ഒരു ഇതില് അതിന് വേറെ കാര്യം, കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ രസകരമായ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ കല്യാണം ഒരു 4-5 ദിവസത്തെ ചടങ്ങുകളാണ്. അതിന്റെ ഇടയിൽ ഒരു വെള്ളത്തൊട്ടിയില് മത്സ്യങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടാവും. മത്സ്യം പറഞ്ഞ ജീവനുള്ള മത്സ്യം. ഇവയെ ഈ വരനും വധുവും കൂടിയിട്ട് ഒരു തുണി ഇട്ടിട്ട് ഈ മത്സ്യങ്ങളെ പിടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഐതിഹ്യം പറയുന്നത് മത്സ്യത്തിൽ നിന്നാണല്ലോ മനുഷ്യനുണ്ടായത്, അപ്പൊ പ്രത്യുൽപാദനത്തിനെ കാണിക്കാനാണെന്ന് പറയുന്നുണ്ട്. ഏറ്റവും രസകരമായ ഒരു ഐതിഹ്യം കേൾക്കുന്നത് എന്താ വെച്ചാൽ, യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണർ നമ്പൂതിരിമാര് എന്നൊക്കെ പറയുന്നത് ഇവര് ബുക്കുവര് ആയിരുന്നു ആദ്യത്തെ കാലത്ത് എന്ന ഒരു രീതിയിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിന് തെളിവുകളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഐതിഹ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ അടുത്ത ഇതിൽ വരുന്നത് നമ്മൾ ഈ നമ്പൂതിരിപ്പാടും നമ്പൂതിരിയും കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഈ ഈസ്റ്റ് കോസ്റ്റ് ബ്രാഹ്മണന്മാർ. ഈസ്റ്റ് കോസ്റ്റ് ബ്രാഹ്മണന്മാർ എന്ന് പറയുന്നത് കിഴക്ക് തമിഴ്നാട് ആ ഭാഗത്തിൽ നിന്ന് വന്ന് കുടിയേറി പാർത്ത ആൾക്കാരാണ്. അവര് ഈ പട്ടന്മാർ എന്നാണ് വിളിക്കുന്നത്. ഈ ഭട്ട എന്ന പദം അത് സാൻസ്ക്രിറ്റ് വേർഡാണ് ഈ ഭട്ട എന്നുള്ളത്. അതിൽ നിന്നാണ് അത്ര ഈ പട്ടർ എന്നുള്ള പദം ലഭിച്ചത്. ഇവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഇവരെ വിശ്വസിച്ചിട്ട് ഇവരെ ദൂതിനെ അയക്കാറുണ്ട് രാജാക്കന്മാർക്ക്, ഇവരെ വിശ്വസിക്കാം. അതുപോലെ തന്നെ ഇവര് സ്പൈ വർക്ക് ചെയ്യാൻ ഭയങ്കര മിടുക്കന്മാരായിരുന്നു. എന്താ വെച്ചാൽ ഗുപ്തന്മാർ, അതായത് ചാരവൃത്തിക്ക് വീഴും. പ്രധാനമായിട്ട് ഇവരുടെ തൊഴിൽ എന്ന് പറയുന്നത് കച്ചവടം, അതുപോലെ അഗ്രികൾച്ചർ, മറ്റ് സർവീസുകൾ, ഇതൊക്കെയാണ്. അപ്പൊ ഇവര് കൂട്ടത്തോടെ പാലക്കാടായിരുന്നു താമസിച്ചിരുന്നത്. പാലക്കാട് അങ്ങനെ വരാനുള്ള ഒരു കാരണം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പണ്ട് നമ്പൂതിരിമാര് താമസിച്ചിരുന്നവരാണ് അവര്. അപ്പൊ നമ്പൂതിരിമാർ അവിടുന്ന് പോയതാണ്. അതിന് പകരമായിട്ട് ഇവരെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ വലിയ നിരയായിട്ടുള്ള വീടുകൾ, അഗ്രഹാരങ്ങൾ എന്നാണ് വിളിക്കുക, അത് അടങ്ങുന്ന ഗ്രാമങ്ങളിലായിരുന്നു ഇവര് താമസിച്ചിരുന്നത്. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈസ്റ്റ് കോസ്റ്റ് ബ്രാഹ്മണന്മാരെ പോലെ അല്ല ഇവര്. ഇവരിവിടുത്തെ നായന്മാരെ പോലെയും മറ്റു നമ്പൂരിമാരെ പോലെയും മുടി തലയുടെ മുകളിലേക്ക് കെട്ടിയിട്ടാണ് ഇവര് നടന്നിരുന്നത്. മറ്റവരാണെങ്കിൽ പുറകിലേക്കാണ് കെട്ടുക. അതാണ് അതിന്റെ ഒരു വ്യത്യാസമുള്ളത്. ഈ പട്ടന്മാരിൽ തന്നെ മറ്റൊരു വിഭാഗമാണ് ചോലിയ അല്ലെങ്കിൽ അരപ്പട്ടർ എന്ന് പറയും. ഈ അരപ്പട്ടരാണ് ഈ തലയ്ക്ക് മുകളിൽ കെട്ടിയിട്ട് നടക്കുന്ന ആൾക്കാര്. പിന്നെ അതേപോലെ തന്നെ ഇനി അടുത്ത വിഭാഗമാണ്, അതായത് നമ്മളിപ്പോ പട്ടരും പറഞ്ഞു നമ്പൂതിരിയും പറഞ്ഞു. അതായത് ഇപ്പൊ അയ്യർ എന്ന് പറയുന്നതൊക്കെ പട്ടരിൽ പെടുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇളയത് എന്ന് പറയുന്ന വിഭാഗം വരുന്നത്. ഇവരും ബ്രാഹ്മണര് തന്നെയാണ്. ഇവര് ബ്രാഹ്മണരാണെങ്കിലും ഇവരെ നമ്പൂതിരിമാരുടെ ഇതിൽ നിന്ന് പെടാത്തതിന്റെ ഒരു കാരണം, ഇവര് ഒരു നായർക്ക് ഈ ശ്രാർത്ഥം ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുത്തതിന് ശിക്ഷയായിട്ട് ഇവരെ ജാതിയിൽ നിന്ന് തരം താഴ്ത്തിയതാണ് അത്രേ ഈ ഇളയത് എന്ന് പറയുന്നത്. പക്ഷെ ഇവര്
ഈ ബ്രാഹ്മണന്മാരോടൊപ്പം അല്ലെങ്കിൽ നായന്മാരോടൊപ്പം ഇവർ ഭക്ഷണം കഴിക്കില്ല. നായന്മാരുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളില് അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ഇതില് മരണാനന്തര ചടങ്ങുകൾ ഒക്കെ ഇവരുടെ കാർമ്മികത്വത്തിലാണ് പ്രധാനമായിട്ട് നടക്കുക. അപ്പൊ ഇവരുടെ ഭാര്യമാരും ഘോഷ എന്നാണ് പറയുക. ഘോഷ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പുരുഷന്മാരെ ഒന്നും കാണുകയില്ല. അവരുടെ ജാതിയുടെ ഉള്ളിൽ തന്നെയാണ് വിവാഹങ്ങളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ അതാണ് അടുത്തത് വിഭാഗമാണ് പിടാരന്മാർ എന്ന് പറയുന്നത്. പിടാരന്മാർ എന്ന് പറയുന്നത് ഇവര് മദ്യം കഴിക്കും. അതുപോലെ ഇവർ ആരാധിച്ചിരിക്കുന്നത് ശക്തി, അതുപോലെ ഭദ്രകാളി, ഇവരെയൊക്കെയാണ് ആരാധിക്കുന്നത്. ഇവര് മന്ത്രവാദം ചെയ്ത് ചെകുത്താന്മാരെയൊക്കെ മന്ത്രവാദം ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പൊ ഈ പിടാരൻ എന്ന് പറയുന്നത് പാമ്പാട്ടി എന്നുള്ള പേരിൽ നിന്ന് വന്നതാണ് പിടാരൻ എന്നുള്ളത്. അപ്പോൾ ഈ പാമ്പ് എന്ന് പറയുന്ന ചെകുത്താന്റെ ഒരു രൂപമായിട്ടാണ് എല്ലാ മതങ്ങളിലും പറയുന്നത്. മനുഷ്യന്റെ വികാരങ്ങളോട് ബന്ധപ്പെട്ടതാണ് പാമ്പ് കാണിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഒരു ഇതൊക്കെ നോക്കുന്ന സമയത്ത് പഴയ സൈക്കോളജിക്കൽ തിയറിയിലൊക്കെ നോക്കിച്ചാൽ പാമ്പിന്റെ ചിഹ്നം അല്ലെങ്കിൽ പാമ്പ് സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ ഫ്രോയിഡിന്റെ ബുക്കിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കാമാസക്തി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോട് കാണിക്കുന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. അതും ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് പറഞ്ഞു. അപ്പൊ പൊതുവെ ഇവര് ഈ മനുഷ്യൻ, അതായത് ഈ പാമ്പുകളുടെ രൂപം ഇവര് ആരാധിക്കുന്ന മൂർത്തിയുടെ ഒപ്പം വെക്കാറുണ്ട്. പിന്നെ അടുത്ത വിഭാഗമാണ് അതുപോലെ അവരുടെ ഇതിലേക്ക്, അതായത് അവരുടെ സ്ത്രീകൾക്കും അന്യപുരുഷന്മാർക്ക് അവര് ദർശനമൊന്നും അനുവദിക്കാറില്ല. അവരുടെ സ്ത്രീകൾക്ക് ഇത് ഘോഷരല്ല എന്ന് പറഞ്ഞാൽ മറ്റ് പുരുഷന്മാരെയൊക്കെ അവർ കാണും. ഈ പിടാരന്മാര് പൂണൂല് ധരിക്കും സാധാരണഗതിയിൽ. അടുത്തത് തീയത്തുണ്ണി അല്ലെങ്കിൽ തീയാതി എന്ന് പറയും. തീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഫയർ. അതുപോലെ ആട്ടം, തീയാട്ടി എന്ന് പറയുന്ന ആട്ടം എന്നുള്ളത് പറയുന്നത് ഒരു കളിയാണ്, ആട്ടത്തിനോട് ബന്ധപ്പെട്ടത്. അപ്പൊ ഈ വടക്കൻ മലബാറിലൊക്കെ പോകുന്ന സമയത്ത് ചില ക്ഷേത്രങ്ങളുടെയൊക്കെ അവിടെ ആചാരം നടക്കുന്നുണ്ട്. അതായത് വലിയ തീയ് ഇതാക്കിയിട്ടുള്ള ആ തീയിലേക്ക് പോയിട്ട് പുറത്തേക്ക് വരുന്ന ആ ഒരു വിഭാഗമാണ് ഇവര്. അപ്പോ ഈ തീയത്തുണ്ണി തീയാതി എന്ന് പറയുന്ന ആൾക്കാർ ഇവര് മരുമക്കത്തായം ആണ് അന്ന് സ്വീകരിച്ചു വന്നിരുന്നത്. പിന്നെ വരുന്ന ഒരു വിഭാഗമാണ് ഈ പിഷാരോടി എന്ന് പറയുന്ന വിഭാഗം. ഇവര് പിഷാരോടി എന്ന് പറയുന്ന ഇവർക്ക് പൂണൂലില്ല. മറ്റവർക്ക് പൂണൂലുണ്ട്, ഇവർക്ക് പൂണൂലുണ്ടാവില്ല. സന്യാസിയുടെ അടുത്ത് പോയിട്ട് എല്ലാ കർമ്മങ്ങളൊക്കെ പഠിച്ച് സന്യാസി ആകേണ്ട ആ തപസ്സനുഷ്ഠിക്കേണ്ട ആ സമയം വന്നപ്പോ ഈ നമ്പൂതിരി ആയിട്ടുള്ള ഈ പയ്യൻ, അതാണ് കഥ പറയുന്നത് കേട്ടോ, നമ്പൂതിരി പയ്യനെയാണ് പഠിപ്പിച്ചിരുന്നത്, അദ്ദേഹം ഓടിപ്പോയി എന്നാണ്. അതുകൊണ്ട് പിഷാരോടി എന്നുള്ള അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഓടിപ്പോയവൻ എന്നാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ബ്രാഹ്മണരിൽ നിന്ന് താഴെ പോയി എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഈ സന്യാസീനെ ഇവർ ഓർമ്മിക്കാനാണത്രേ ഇവര് ശവസംസ്കാരം നടക്കുമ്പോൾ, അതായത് മരിച്ചു കഴിഞ്ഞാൽ ബോഡിയുടെ ഒപ്പം ഈ ഉപ്പിട്ടിട്ട്, സന്യാസിമാർക്ക് ഉപ്പിട്ടിട്ടാണല്ലോ സംസ്കരിക്കുന്നത്, അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇവര് പ്രധാനമായിട്ടും ക്ഷേത്ര സേവകരാണ്. അതായത് പിഷാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിഷാരോടിയും അതുപോലെ തന്നെ പിണ്ടാരും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ ക്ഷേത്ര സേവകരാണ് ഇവര്. ഇനി അടുത്ത വിഭാഗം, ഇപ്പൊ എല്ലാവരും തെറ്റിദ്ധരിക്കുകയാണ് പലപ്പോഴും ഈ അമ്പലവാസികൾ ഏതാണെന്നുള്ളത്. അമ്പലവാസികളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞവരൊക്കെ ശരിക്കും ബ്രാഹ്മണർ തന്നെയാണ്, പക്ഷെ ആ ബ്രാഹ്മണരിൽ ചില കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയതാണ്. അമ്പലവാസികൾ വരുമ്പോൾ അമ്പലത്തിൽ താമസിക്കുന്നവരാണ് അല്ലെങ്കിൽ അമ്പലത്തിന്റെ പരിസരത്ത് താമസിക്കുന്നവരെയാണ് അമ്പലവാസികൾ എന്ന് വിളിക്കുന്നത്. ഈ അമ്പലവാസികളിൽ നമ്പൂതിരി അതുപോലെ തന്നെ നായർ, ഇങ്ങനെ ഇതിന്റെ ഇടയിലുള്ള ഒരു മധ്യവർത്തികൾ അല്ലെങ്കിൽ ലിംഗാണ് ഈ അമ്പലവാസികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആദ്യം വരുന്നത് നമ്പിടികളാണ്. അപ്പൊ നമ്പിടി എന്ന് പറഞ്ഞാൽ അവര് പൂണൂല് ധരിക്കും. യഥാർത്ഥത്തിൽ ഇവരും നമ്പൂതിരി തന്നെയാണ്. പക്ഷെ പെരുമാളിന്റെ, അതായത് ഏതോ ഒരു പെരുമാളിനെ കത്തിയോണ്ട് കുത്തി കൊന്നു, അതിന്റെ പേരിൽ ഇവരെ ജാതി താഴ്ത്തി പ്രഖ്യാപിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്പിടികൾ എന്ന് വിളിക്കുന്നത്. പിന്നെ അടുത്ത വിഭാഗമാണ് ഗുരുക്കൾ എന്ന് പറയുന്നത്. ഗുരുക്കൾ എന്ന് പറഞ്ഞ പേരിൽ തന്നെ മനസ്സിലാക്കാമല്ലോ, അതായത് ടീച്ചേഴ്സ് ആയിരുന്നു ഇവര് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആൾക്കാരാണ്, അധ്യാപകരാണ്. പക്ഷെ ഇവർ ചെയ്യുന്ന തൊഴിൽ എന്ന് പറയുന്നത് ക്ഷേത്രത്തിലേക്ക് വേണ്ടി വരുന്ന പാല്, നെയ്യ്, അതുപോലെ തന്നെ ഫ്ലവർ, അതായത് പൂക്കളൊക്കെ നൽകുക എന്നുള്ളതാണ്. അപ്പോ ഇവര് മരുമക്കത്തായ തന്നെയാണ് ഇവരും സ്വീകരിച്ചിരുന്നത്. അതുപോലെ ക്ഷേത്രം വൃത്തിയാക്കുന്നതൊക്കെ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒരു വിഭാഗമാണ് മൂത്താട്ട് എന്ന് പറയുക. ഇവരുടെ പ്രധാന ക്ഷേത്രം മറ്റൊരു വൃത്തിയാക്കാറുണ്ട്, ക്ഷേത്രത്തിന്റെ പടി വൃത്തിയാക്കുന്നവരാണ് ഈ മൂത്താട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇവര് പൂണൂല് ധരിച്ചിരിക്കും. വിഗ്രഹം തലയിലേറ്റിയിട്ട് ഈ പുറത്തേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഘോഷയാത്രയ്ക്ക് നടത്തുന്ന ആളുണ്ടല്ലോ, അയാളാണ് മൂത്താട്ട് എന്ന് പറയുന്നത്. ഇവർക്ക് പക്ഷെ മക്കത്തായാണ് ഇവര് സ്വീകരിച്ചു വരുന്നത്.
അപ്പൊ ഇവരുടെ ജാതിയിലുള്ള ആൾക്കാർ ഉയർന്ന ഇതിലുള്ള ആൾക്കാരുമായിട്ട് സ്ത്രീകൾ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുകയൊന്നും ചെയ്യില്ല. അവർക്ക് അങ്ങനെ സമ്പത്തത്തിന് അനുവദിക്കുകയില്ല. ബ്രാഹ്മണരുടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഈ മൂത്താട്ടുകൾ ചെയ്യാറുണ്ട്. അപ്പൊ മൂത്താട്ടിന്റെ വീട്ടിലാണ് ബ്രാഹ്മണർ വന്ന് ഭക്ഷണം പാചകം ചെയ്യുക. മൂത്താട്ടിന്റെ ഭക്ഷണം അമ്പലവാസികളും കഴിക്കും. അപ്പൊ ഇതിൽ തന്നെ വേറൊരു വിഭാഗമുണ്ട്. അവരെയാണ് പൊതുവാൾ എന്ന് വിളിക്കുന്നത്. പൊതുവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൂണൂല് ധരിക്കാറില്ല. പിന്നെ വരുന്ന വേറൊരു വിഭാഗമാണ് പുഷ്പകൻ. പുഷ്പകൻ എന്ന് പറഞ്ഞാൽ പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പുഷ്പകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുഷ്പം ക്ഷേത്രത്തിലേക്ക് നൽകുന്നവനെയാണ് പുഷ്പകൻ എന്ന് വിളിക്കുന്നത്. ഇവര് മരുമക്കത്തെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ചാക്യാറാണ്. ചാക്യാർ കൂത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ചാക്യാർ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ആവശ്യത്തിന് ഒരു നർമ്മങ്ങളൊക്കെ കലർത്തി പാട്ട് പാടുന്ന, അല്ലെങ്കിൽ ചെറുതായിട്ട് നാടൻ കളിക്കുന്ന പോലെ മോണാക്ട് കളിക്കുന്ന ആൾക്കാരാണ് ഈ ചാക്യാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ചാക്യാരുടെ ഭാര്യമാരെ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരെ ഇല്ലാടന്മാർ എന്നാണ് വിളിക്കുന്നത്. ഇല്ലോടന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് നമ്മൾ നമ്പ്യാർമാർ എന്ന് പറയുന്നത്. ഈ ഇരുവഴിനാടിന്റെ പണ്ടത്തെ ഇരുവഴിനാടിലെ പ്രമുഖരായ ഒരു വിഭാഗമാണ് ഈ നമ്പ്യാർമാർ. ഇവര് ഈ ചാക്യാർക്ക് വേണ്ടിയിട്ടുള്ള മിഴാവ് കൊട്ടാൻ വേണ്ടി പോയിരുന്ന ആൾക്കാരാണ് ഈ നമ്പ്യാർമാർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അതാണല്ലോ തുള്ളല് ഉണ്ടായിട്ട് ഒരു പുതിയൊരു കവിതയൊക്കെ എഴുതി കൊണ്ടുവന്നത് അദ്ദേഹം. വേറെ പിന്നെ മരുമക്കത്തായം തന്നെയാണ് ഇവരും സ്വീകരിച്ചിരുന്നത്. അടുത്തത് വരുന്നത് മറവന്മാർ അല്ലെങ്കിൽ മറൻ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗമാണ്. ഇവർ ക്ഷേത്രത്തിലെ തൂപ്പുകാരാണ്. അപ്പോൾ ക്ഷേത്ര തൂപ്പുകാർ മാത്രമല്ല, ഇവർ ചില സംഗീത ഉപകരണങ്ങളൊക്കെ വായിക്കും. അതായത് തിമില, ഇടയ്ക്ക, ധമനം, അതുപോലെ കുറുങ്കുളാർ, ചെണ്ട ഇങ്ങനെയുള്ളതൊക്കെ വായിക്കുന്നത് ഇവരാണ്. ചില സന്ദർഭങ്ങളിൽ ഇവര് ബ്രാഹ്മണരുടെ ചില ചടങ്ങുകൾക്കും ഇത്തരം പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് ഇവരെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇവരും മരുമക്കത്തായം തന്നെയാണ് ഇവര് ഉപയോഗിക്കുന്നത്. ഇവർക്ക് അമ്പലവാസികളുടെ ഒപ്പം ഭക്ഷണം കഴിക്കാനുള്ള അവകാശമില്ല. അതേപോലെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത്രയും വിഭാഗങ്ങളാണ് ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ വരുന്നത്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ക്ഷത്രിയരെയും അതുപോലെ ബ്രാഹ്മണരെ, നായന്മാരെയും മറ്റു കാര്യങ്ങൾ, പിന്നെ തീയ, അതുപോലെ തന്നെ കുറച്ചുകൂടി താഴെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശൂദ്രരായിട്ടുള്ള ആൾക്കാർ. ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. 2-3 എപ്പിസോഡായിട്ടാണ് ഞാനിത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1881 കണക്ക് പ്രകാരം മലബാറിൽ ആകെ ഉണ്ടായിരുന്ന ക്ഷത്രിയര് എന്ന് പറയുന്നത് 362 ക്ഷത്രിയരാ. എന്ന് പറഞ്ഞാൽ മലബാറിൽ ആകെ 2 ക്ഷത്രിയ കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒന്ന് പരപ്പനാട് രാജവംശവും മറ്റൊന്ന് കോട്ടയം രാജവംശവുമാണ്. ബാക്കിയുള്ളവരൊന്നും ക്ഷത്രിയരല്ല എന്നാണ് കണക്ക് പ്രകാരം ഇതിൽ കാണുന്നത്. പിന്നീടെല്ലാം പലരും ഞങ്ങൾ ക്ഷത്രിയരാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നുണ്ട്. ഈ 2 കൂട്ടരും മാത്രമേ ക്ഷത്രിയരായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ്. എന്തായാലും വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് നായർ വിഭാഗത്തിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാം.